നവി മുംബൈയിലെ ജുവലറിയിൽ തോക്ക് ചൂണ്ടി മോഷണം നടന്നു. 11 ലക്ഷം രൂപയുടെ ആഭരണമാണ് മോഷ്ടാക്കൾ കവർന്നെടുത്തത്. രക്ഷപ്പെടുന്നതിനിടെ മൂന്നംഗ സംഘം വെടിയുതിർത്തു. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. പറയൂ ശ്രീനാഥ് ചന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടെ നവി മുംബൈയിലെ ഖാർഗറിൽ നടന്ന സംഭവമാണ്. സെക്ടർ 35 ഒരു ജ്വല്ലറിയിലേക്ക് രാത്രി 9:45 മൂവർ സംഘം എത്തുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് ഹെൽമെറ്റ് കൊണ്ട് തല മറച്ചാണ് ഇവർ എത്തിയത്. ശേഷം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തോക്ക് ചൂണ്ടുന്നു. ഈ കടയ്ക്കകത്ത് നിന്ന്, ജ്വല്ലറിക്ക് അകത്ത് നിന്ന് 5 തവണ വെടിയുതിർത്തു. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണവും സ്വർണവും ഒപ്പം തന്നെ ഷെൽഫിലുണ്ടായിരുന്ന ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന സ്വർണ്ണമടക്കം കൈവശപ്പെടുത്തിയതിനു ശേഷം അധികം സമയം അവരവിടെ ചെലവഴിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഓടുന്നു. എന്ന് മാത്രമല്ല, പുറത്തിറങ്ങിയതിനു ശേഷം ഒരു ബൈക്കിലാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഈ മൂവർ സംഘം രക്ഷപ്പെടുമ്പോൾ അവരെ തടയാൻ വേണ്ടി ചില നാട്ടുകാർ, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവരെ പിറകെ ഓടുന്നതും ദൃശ്യങ്ങളുണ്ട്. എന്നാൽ അവർക്ക് നേരെ 2 റൗണ്ട് കൂടി ഈ സംഘം വെടിയുതിർത്തതിന് ശേഷമാണ് കടന്നു കളഞ്ഞത്. ആരാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കുകയാണ്. മുംബൈയിൽ പലപ്പോഴും ഇത്തരത്തിൽ തോക്ക് ചൂണ്ടിയുള്ള ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന, മോഷണം നടത്തുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് അത്തരം സംഭവങ്ങൾ വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. ജനങ്ങൾ വലിയ പരിഭ്രാന്തി, സ്വാഭാവികമായും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് അത്തരം പേടി ഉണ്ടാകും. അങ്ങനെ ആ മേഖലയിൽ ഒരു ഭീതി ജനിപ്പിച്ച സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരെ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.